എന്തിട്ട് മഴ ഇഷ്ടമായി വരണേ. ഇങ്ങനൊരു കാര ആദ്യമായിട്ടാണല്ലോ. ഹൈ, ഇത് എന്തിട്ട് സാധനമായി വരണേ. ഹലോ, ഇതെവിടെ? ഇതെങ്ങോട്ട് ഇടിച്ചു കയറണേന്ന്? ഇതേ ബക്കറ്റ് പിരിവ് നടത്തി രക്തസാക്ഷികൾക്ക് വേണ്ടി പാർട്ടി പണിത സ്മാരകമാണിത്, അല്ലാണ്ട് അനാഥ മന്ദിരമൊന്നല്ല. അയ്യോ സാമി, രാത്രി ഉറങ്ങണം സാർ. നീ നിന്റെ ഊരിലായിരുന്നെങ്കിൽ ആ തലവിയോ ആ കാർന്നോറത് എനിക്ക് ഫ്രീ ആയിട്ട് ഷാപ്പാടും. കേരളത്തിൽ മറച്ചു വയ്ക്കാൻ TV ഒക്കെ തരില്ലോ. ഇങ്ങനെ തെണ്ടി തിരിഞ്ഞിറങ്ങേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല സാർ, ഞാൻ ഇൻഡിപെൻഡൻസ് தான். எனக்கு വോട്ട് ഇല്ല. മേലെ ആകാശം കീഴെ ഭൂമി. ആ പിന്നെ കുറെ കീറ മുഴിച്ച തുണിയും നന്നാവില്ല. ഇതാ പിന്നെ ഉറങ്ങണതൊക്കെ കൊള്ളാം. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇതൊരു മൂത്രപ്പരയാക്കി മാറ്റരുത്. കച്ചവടം ചെയ്യേണ്ട സ്ഥലമാണ്. ഒടുക്കത്തെ കാറ്റും മഴയാണല്ലോ വരുന്നത്. സൂക്ഷിച്ചോ, കാലം ഇറങ്ങി നടക്കുന്ന സമയമാണ്. കാലൻ അയ്യോ അസ, ഉള്ള വാങ്ങ, ഇവിടെ നിക്കരുത്, കാലൻ വരും. അസ വേഗം വേഗം, മഴയുണ്ട്, പനി പിടിക്കും. നിന്നെ തേടി ഒരുപാട് ഞാൻ അലഞ്ഞു. ഇനി ഒട്ടും വൈകിക്കൂടാ. ഇത് ഇനി നീ വേണം സൂക്ഷിക്കാൻ. അയ്യോ കടവുളെ, വേണ്ട അസ, വേണ്ട, എനക്ക് വേണ്ട. കാശ് വല്ലത് ഉണ്ടെങ്കിൽ താ അസ. നസറിയക്കാരനായ യേശുവിന്റെ രക്തമാണിത്. പാപികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ഭൂമിയിൽ ഇനി നീ വേണം ഇത് സൂക്ഷിക്കാൻ. ദൈവകോപത്താൽ ഈ പ്രപഞ്ചം നശിക്കാതിരിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ ഒരു നല്ലവനെങ്കിലും ഉണ്ടാവണം. അവർക്കേ ഇനി നീ ഇത് കൈമാറാവൂ. വേണ്ട അസ, വേണ്ട, ഇതെല്ലാം എനക്ക് ആവാത്. ഈ വഴി പോകുന്ന ആൾക്കാരോട് ഇത് കാണിച്ച് നീ പറയണം, ഇത് നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവിന്റെ രക്തമാകുന്നു. ഈ രക്തത്താൽ നിങ്ങൾ സ്വർഗരാജ്യം ഉറപ്പാക്കുവിൻ. ഇത് കേട്ട് മനസ്സലിയുന്നവർക്കേ ഇനി നീ ഇത് കൈമാറാവൂ. സമയം നല്ലതല്ല മകളെ. തിന്മയുടെ ശക്തികൾ ചുറ്റുമുണ്ട്, സൂക്ഷിക്കണം. ദൈവം നിന്റെ കൂടെ ഉണ്ടാകട്ടെ. ആരാ നിങ്ങളൊക്കെ? എന്താ വേണ്ടത്? അയ്യോ അയ്യോ കർത്താവേ! മോനെ നിക്ക്, പിണങ്ങാതെ പോകരുത് മോനെ, ഞങ്ങളെ വിട്ട് പോകരുത്. നിങ്ങളെ വീട്ടിൽ എനിക്ക് ശ്വാസം മുട്ടുവാണ്. ഐ വാണ്ട് മൈ ഫ്രീഡം. അതേടാ, കൂട്ടുകാരോടൊത്ത് കഞ്ചാവും മയക്കുമരുന്നും പെണ്ണുമായിട്ട് നടക്കണതാണല്ലോ ഫ്രീഡം. പ്ലീസ്, അവനോട് നിങ്ങളൊന്ന് പറയല്ലേ. എന്റെ ഇഷ്ടം. I will do what I want. I am the master of my own free will. അയ്യോ, തെറ്റ് ചെയ്യക്കൂടാതെ സാമി. ഇത് നോക്ക്, ഇത് നിനക്ക് വേണ്ടി കുരിശിൽ സത്തുപോയ യേശുവിന്റെ രക്തമാണ്. നീ ഇത് വാങ്ങി സ്വർഗത്തിൽ പോ. ഇനി പാപം ചെയ്യക്കൂടാതെ. എനിക്ക് വേണ്ടി ചത്തണ്ണോ? അയാളോട് ഞാൻ പറഞ്ഞു വെച്ചാൻ, സ്വന്തം കാര്യം നോക്കി നടത്താനായില്ലെങ്കിൽ ഇങ്ങനൊക്കെ ചാവേണ്ടി വരും.
Loser. சின்ன பையன், ஒண்ணுமே தெரியாது. കഷ്ടം. ഏത്? ആ രാവിലെ വന്ന വയറുവേദന പേഷ്യൻ്റ് ആണോ? ഓ, ഒരു കാര്യം ചെയ്യ്, ഓപ്പറേഷൻ തിയേറ്റർ റെഡിയാക്ക്. അയാളുടെ അപ്പൻഡിക്സ് അങ്ങ് എടുത്ത് കളയാം. സർ, വയറുവേദനയ്ക്ക് ടാബ്ലറ്റ് കൊടുത്താൽ പോരെ, എന്തിനാ ഓപ്പറേഷൻ? അതിപ്പോ ജസ്റ്റ് പഠിച്ചിറങ്ങിയതിൻ്റെ ചൂടാ. നമുക്കില്ലടോ കുടുംബവും ബാധ്യതയൊക്കെ. ഇടയ്ക്കിടയ്ക്ക് കത്തിവെച്ചില്ലെങ്കിൽ വണ്ടി മുന്നോട്ട് ഓടത്തില്ല. പിന്നെ ഓർത്താ ഒരു ഗുണമില്ലാത്ത അപ്പൻഡിക്സിന്റെ ഭാരം എന്തിനാണോ ആ പാവ മനുഷ്യൻ വെറുതെ ചുമക്കുന്നത്? ஐயோ, തെറ്റ് செய்யக்கூடாது சாமி. ഇത് നോക്ക്, ഇത് നിനക്ക് വേണ്ടി കുരിശിൽ സത്തുപോയ യേശുവിന്റെ രക്തമാണ്. നീ ഇത് വാങ്ങി സ്വർഗത്തിൽ പോ. ഇനി പാപം ചെയ്യக்கூடாது. അത്രയും രക്തം വെറുതെ ആ മരത്തിന്റെ കുരിശിലൊഴുക്കി. അതിനു പകരം ഏതെങ്കിലും ഒരു രോഗിക്ക് ഡൊണേറ്റ് ചെയ്തിരുന്നെങ്കിൽ അയാളെങ്കിലും ഈ ജീവിതത്തിന്റെ സുഖങ്ങളൊക്കെ അനുഭവിച്ച് മരിച്ചേനെ. അതെങ്ങനെയാ? അയാളുടെ സാമ്രാജ്യം ഈ ലോകത്തിൻ്റെതായിരുന്നില്ലല്ലോ. അതുപോലെ തന്നെ അയാളുടെ ലോജിക്കും ഈ ലോകത്തിൻ്റെതായിരുന്നില്ല. ബ്യൂട്ടിഫുൾ. ഇതെനിക്ക് വേണ്ടിയാണോ സാർ? ഇത്രയും വിലയുള്ള നെക്ലസ് എന്തിനാ? എന്റെ ഹസ്ബൻഡ് ഇത് കണ്ടാൽ എന്നെ കൊന്നുകളയും. അയാളോട് പോകാൻ പറയടോ. സൗന്ദര്യം ആസ്വദിക്കാൻ അയാൾക്ക് എന്തറിയാം? പിന്നെ ഇയാൾക്ക് കമ്പനിയുടെ GM ആവണ്ടേ? ஐயோ, തെറ്റ് செய்யக்கூடாது சாமி. ഇത് നോക്ക്, ഇത് നിനക്ക് വേണ്ടി കുരിശിൽ സത്തുപോയ യേശുവിന്റെ രക്തമാണ്. നീ ഇത് വാങ്ങി സ്വർഗത്തിൽ പോ. ഇനി പാപം ചെയ്യக்கூடாது. ഓ, ഞങ്ങളൊക്കെ പാവപ്പെട്ട മനുഷ്യരാണേ. ഞങ്ങൾക്ക് സിംഹാസനത്തിന്റെ വലതോ ഇടതോ ഒന്നും ഇരിക്കണ്ട. ഉള്ള ജീവിതം ഞങ്ങളൊന്ന് അടിച്ചു പൊളിച്ച് ജീവിച്ചോട്ടെ. ഇനിയൊരു ജീവിതം ഉണ്ടെന്ന് ആര് കണ്ടു? ചെറിയ തട്ടിപ്പറിക്ക് ഓക്കെ, ഒരുത്തനെ കൊല്ലാന്നൊക്കെ പറഞ്ഞ ഇത്രയൊന്നും ആലോചിക്കണ്ട. നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യും. വെറുതെ കൈവന്ന ഭാഗ്യമേ തട്ടിക്കളയരുത്. ഭൂമിയിൽ വേറൊരു അത്യാഗ്രഹി ചത്തൂന്നേ ആവുള്ളൂ. അയാളെ കാണുന്നില്ലല്ലോ. ഇവിടെ കണ്ടിട്ട് കൊട്ടേഷൻ തരാന്നാണല്ലോ പറഞ്ഞത്. ஐயோ, തെറ്റ് செய்யக்கூடாது சாமி. ഇത് നോക്ക്, ഇത് നിനക്ക് വേണ്ടി കുരിശിൽ സത്തുപോയ യേശുവിന്റെ രക്തമാണ്. നീ ഇത് വാങ്ങി സ്വർഗത്തിൽ പോ. ഇനി പാപം ചെയ്യக்கூடாது. അയാൾ സ്വയം മരിച്ചൊന്നും ആവൂല. ശല്യം മൂത്തപ്പോളേ എല്ലാരും ചേർന്ന് അയാൾക്കിട്ടൊരു കൊട്ടേഷൻ കൊടുത്തതായിരിക്കും. അല്ലാതെ ബൈബിളിലും അവിടെ ഇവിടെയൊക്കെ പറയണ പോലെ നമുക്ക് വേണ്ടിയൊന്നും മരിച്ചൊന്നും ആവൂല. അല്ല സേട്ടാ, അവർ നല്ലവർതാ. നീ കൊല ചെയ്യരുത്. ഇല്ലാത്തൊരു ദൈവത്തിന്റെ കാര്യവും പറഞ്ഞ് നീ എല്ലാരും വഴിതെറ്റിക്കാൻ നോക്കുക. നമുക്ക് വേണ്ടി മരിച്ച ഒരു ദൈവം. ഇതിനേക്കാൾ വലിയൊരു കള്ളത്തരം വേറെയുണ്ടോ? ആ സാധനം അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് ദൂരെ കളയടാ. വേണ സാർ, ഇത് ഞാൻ തരൂല. യേശു കടവുൾതാ. അടിച്ചു കൊല്ലടാ. ഇത് ഞാൻ തരില്ല. ഇല്ല, ഇല്ല. അയ്യോ കടവുളേ, അയ്യോ ഏതാനും വർഷങ്ങൾക്ക് ശേഷം പരലോകത്തിൽ
നിങ്ങൾ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തു കൂട്ടിയ പാവങ്ങളുടെ കണക്ക് നോക്കിയിട്ട് നിങ്ങൾക്കൊക്കെ ആ വാതിലെ എനിക്ക് തുറന്നു തരാനാകൂ. സാറേ സാറേ, എന്താ അമ്മ, ഉനക്കിപ്പോ എന്നാ വേണം? ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് താ. അന്ത നരകത്തിൽ നിന്ന് ഇന്ത സ്വർഗത്തിലേക്ക് എത്തിച്ചത് ഇവരൊക്കെ താ. ഇപ്പൊ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യണ്ടേ? കർത്താവിൻ്റെ രക്തത്താൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗവാതിൽ നിങ്ങൾക്കു വേണ്ടി ഇതാ ഞാൻ തുറന്നു തരുന്നു. ഇവരൊക്കെ പാപികളാണ്, പിന്നെ എങ്ങനെയാ അവർക്ക് സ്വർഗം ലഭിക്കുന്നത്? ഇവരൊക്കെ എന്റെ സ്വന്തമാ. ഇതൊക്കെ ഒരു ലോജിക്കില്ലാത്തൊരു കാര്യമാണ്. സാത്താനെ, നീ കടന്നു പോകൂ. അറിയുക, ഞാൻ ദൈവമാകുന്നു. ഇത് എന്റെ പ്രിയപുത്രന്റെ പരിശുദ്ധ രക്തമാണ്. ഈ ദിവ്യരക്തത്തിലൂടെയല്ലാതെ നിങ്ങൾക്കാർക്കും എന്റെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനാവില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ.